അപ്പോൾ ഗായ്സ് അങ്ങനെ ഞാൻ ഏകദേശം നല്ലൊരു സ്ലീപ്പ് അങ്ങോട്ട് കിടന്നു. എത്ര എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഉച്ചയായപ്പോൾ കിടന്നുറങ്ങിയതാണ്. ഇപ്പം സമയം എന്ന് വെച്ചാൽ എത്രയാണ് 7:30 എന്തോ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഒരു 4:30 ആയപ്പോൾ കിടന്നതാണ്. കുറേ നേരം കിടന്നുറങ്ങി നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് പോവാമെന്ന്. അപ്പം നമുക്ക് എന്തായാലും ഗെറ്റ് റെഡി വിത്ത് മീ ആവാം. അപ്പം ഞാനങ്ങനെ കൂടുതൽ സ്കിൻ കെയർ ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങണം ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് ഗെറ്റ് റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് പോയോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ട്, അങ്ങനല്ല, ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു ലിപ്സിലുണ്ടല്ലോ ഇടണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പം ഏകദേശം ഇത്ര എന്താ പറയുക, ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ബുക്കൊന്ന് റീഡ് ചെയ്യാമെന്ന്. അവിടെ ഒരു നൈറ്റിനായിട്ടാണ് പോകണതെന്ന് വെച്ചാൽ ഇത്തിരി നേരം കഴിയുമ്പോൾ ഞാൻ പോകും കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 15 മിനിറ്റ് ബുക്കൊന്ന് റീഡ് ചെയ്യുകയാണ്. അങ്ങനെ കേസ് ഞാൻ ബുക്കൊക്കെ ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഹാരി പോട്ടറിൻ്റെ ഒരു ബുക്കാണ് നോക്കിയത്. അപ്പോൾ ഇതെൻ്റെ 5ാമത്തെ ബുക്കാണ്. 8 ബുക്കുണ്ടല്ലോ ശരിക്കും, 8ആണോ 7ആണോ 8 ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതൊക്കെ തന്നെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്ക് കുറച്ചുണ്ടായിരുന്നേ, ആ വർക്കും കൂടെ ചെയ്തിട്ടാണ് ഞാൻ അവളുടെ വീട്ടിലോട്ട് പോണത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒരു ഇത്തിരി നേരം കഴിയുമ്പോൾ കഴിയും ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം 8:15 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തന്നെ പോവാം. താഴത്തോട്ട് പോവാം ഗൈസ്, താഴത്തോട്ട് പോകാം ഗൈസ്. ഇവിടെ പിന്നെ ഇന്ന് സൺസെറ്റ് എന്ന് അയ്യോ ഇപ്പോഴാണ് ഗൈസ് ഞാൻ ഓർത്തത്. എന്താ പറയുക, ഞാനൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് ടൈമൊന്നും ചേഞ്ച് ആക്കിയിട്ടതാണ് ഗൈസ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എത്തിയതോ 2 മണിക്കായിരുന്നു ഗൈസ് ഞാൻ എത്തിയത്. ദാറ്റ് ഈസ് സോ മച്ച് ലൈക്ക് ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു പൂളിലോട്ട് കയറാം. ഞാൻ ഈ ടൈമൊന്ന് റിയലൈസ് ചെയ്തപ്പോൾ ഇപ്പോൾ സമയം 5:45 ആയിട്ടുള്ളൂ, 6 മണി ആയിട്ടില്ല. കണ്ടോ, മൊത്തത്തിൽ വെള്ളമൊക്കെ സ്പ്ലാഷ് ആക്കിയിട്ട് അടിപൊളിയായിരുന്നു. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് ഇത് കുറേ ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ്. ഇത് ഞാൻ ഏപ്രിൽ മെയിൽ എടുത്തതാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഒന്ന് തുടച്ച് എല്ലാം സെറ്റായിട്ട് ചെരുപ്പ് ഇട്ടിട്ട് ഞാൻ നേരെ തന്നെ പിന്നെയും പോവാണ്. എവിടെയാണ്? കിച്ചണിലോട്ട്. നമുക്ക് വല്ലതും കഴിക്കണ്ടേ എന്ന് പറഞ്ഞ് പോയപ്പോഴാണ് ഞാൻ കണ്ടത് ജെല്ലി ഉണ്ടായിരുന്നല്ലോ, ജെല്ലിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഇപ്പം അതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് ആൻഡ് ഈസി പ്രെപ്പ് മീൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്ന് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കുകയാണ്. അതെന്തിനാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. പിന്നെ ഞാൻ പെട്ടെന്നൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി. ദ സാൻഡ്വിച്ച് വാസ് വെരി ഗുഡ്, ബട്ട് ഐ ജസ്റ്റ് ഫോർഗോട്ട് ടു ആഡ് സം പെപ്പർ. പക്ഷെ അതിന് എരിവില്ലായിരുന്നു, ഞാൻ പെപ്പർ ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്, കുരുമുളക്. നമുക്ക് പെട്ടെന്നൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. അവക്കാഡോ ഉണ്ട്, പഴമുണ്ട്, എല്ലാം കൂടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, വിത്ത് സ്നോ ഉള്ള ഒരു കപ്പ്, വൈറ്റ് കപ്പ്. അതാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ എന്തായാലും അതെല്ലാം ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അവക്കാഡോയിന് അങ്ങനെ പുളിയൊന്നും ഇല്ലായിരുന്നു. ബനാന കറക്റ്റ് ഒരു ഇതിലായിരുന്നു. ആപ്പിളും കറക്റ്റൊരു ടൈപ്പിലായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജെല്ലിയൊക്കെ ഒന്ന് കഴിച്ചിരിക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ഓരോന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഈ ജ്യൂസൊക്കെ ഒന്ന് കുടിച്ചു ഗൈസ്. അടിപൊളിയായിരുന്നു. ഐ ലവ് ഇറ്റ്. അതിന് തണുപ്പൊന്നുമില്ല. തണുപ്പിക്കണോ വേണ്ടിയോ എന്ന് ഞാൻ ഇങ്ങനെ ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീം കൊണ്ട് കണ്ടാൽ എനിക്ക് എപ്പോഴാണെങ്കിലും പോവും. ഇവളെൻ്റെ ഫ്രണ്ടാണ്.
അപ്പം പേര് പറയണം ഗൈസ്. അപ്പോൾ പേര് വേണമെങ്കിൽ പറയാം ഞാൻ. ഓക്കെ, അവളുടെ പേരാണ് റോസി. ഇപ്പോൾ റോസി ലിപ്സ് ഡിംപിൾ അങ്ങനെ ഒരു ഇതില്ലേ പാട്ട്, ഡിംപിൾ അങ്ങനെ എന്തോ. അപ്പോൾ അവൾ എനിക്ക് പറഞ്ഞു വേണമെങ്കിൽ എടുത്തോണ്ട് പോടി, രാവിലെ എടുത്തില്ലടി എന്നൊക്കെ പറഞ്ഞു തന്നെ ഇരിക്കുമായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ കുത്തി വരച്ച് ഗൈസ് അവിടെ. പിന്നെ ഞാൻ ഓരോ ഐസ്ക്രീമായിട്ട് ടേസ്റ്റ് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാട്ടർ മെലോൺ ആയിരുന്നു കേട്ടോ. വാട്ടർ മെലോൺ ആയിരുന്നു കറക്റ്റ് ഒരു രസം. വാട്ടർ മെലോണിൻ്റെ സീസൺ അല്ലേ എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്രണ്ടില്ലേ ജെന്നിഫർ, അവളുടെ വീട്ടിലാണ് നമ്മൾ പോണതെന്ന്. അപ്പം ജെന്നിഫർ നമ്മൾ ജെന്നിഫർ എന്ന ഇടയ്ക്ക് കളിയാക്കി വിളിക്കും. അവളുടെ ശരിക്കും പേര് ജെന്നി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ ഷോപ്പൊന്ന് ക്ലോസ് ആക്കിയിട്ട് നേരെ തന്നെ അവൾ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പോകണോ എന്നൊക്കെ പറഞ്ഞു. വേണ്ടടി നീ പോയിക്കോ, ഐസ്ക്രീം ട്രക്കല്ല അതിനൊരു അങ്ങനെ ആയതുകൊണ്ട് എനിക്കെന്താ ഭയങ്കര മടിയാണെന്ന് തോന്നി. അപ്പോഴത്തേക്കും ഞാൻ നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്, അതാണ് എൻ്റെ വീട് കണ്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഫ്രീ ആയിട്ട് ലെമണേഡ് എടുത്ത് കുടിക്കാൻ കേട്ടോ. മുകളിൽ നിന്ന് ലെമൺ എടുക്കുക, വെക്കുക, പഞ്ചസാര ഉപ്പും എന്താണെങ്കിൽ എടുക്കുക കുടിക്കുക. അതാണ് നമ്മളെ ഓൺ സർവീസാണ് ഗൈസ്. നമുക്കിനി നേരെ തന്നെ അവളുടെ വീട്ടിലോട്ട് പോവാം. ഇതാരാണ് വന്നിട്ടുള്ളത്? ഹായ് പ്രവസ്തി. ഹായ് ജെന്നിഫർ. എന്നെ ജെന്നിഫർ എന്ന് വിളിക്കരുത്. ഓക്കെ ജെന്നി, സുഖാണോ? സുഖാണല്ലോ ഗൈസ്. ഇതാണ് ജെന്നി. ഞാൻ പോയിട്ട് ജ്യൂസൊക്കെ നേരിച്ചിട്ട് വരാവേ. ഓക്കെ. അങ്ങനെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഓൾറെഡി കഴിച്ചിട്ടും കുടിച്ചോട്ടൊക്കെയാ വന്നേ. കുഴപ്പമില്ലടി, നീ കുടിച്ചോ, വന്നതല്ലേ, ഗസ്റ്റ് അല്ലേ നീ. ഓക്കെ. ചായ വേണോ കാപ്പി വേണോ? എനിക്ക് ചായ മതിയടി. ഓക്കെ ഗൈസ്, എൻ്റെ പേരാണ് ജെന്നി. ഇവളെന്നെ കളിയാക്കി വിളിക്കാനായിട്ട് ജെന്നിഫർ എന്ന് വിളിക്കും. അതില്ലേ, ഞാൻ പിന്നെ ഇന്ന് റോസിനെ കണ്ടതാ. ഏത്, നമ്മുടെ റോസിയോ? അതെ, നമ്മുടെ റോസി. ഞാൻ എത്ര ദിവസമായി കണ്ടിട്ടെന്നറിയാവോ? എടി, അവിടെ ഐസ്ക്രീം ട്രക്ക് വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ഐസ്ക്രീം ട്രക്കിങ്ങാണ് തുടങ്ങിയത്. എന്തോ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. അങ്ങനെ നമ്മൾ സംസാരിച്ചൊക്കെ തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ വന്നപ്പോൾ തന്നെ രാത്രിയായി ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമൊന്നുമില്ല, കാരണം അടുത്തല്ലേ ഗൈസ്. പക്ഷേ റോസിയുടെ വീട് ദൂരെയാണ്, ബട്ട് ഐസ്ക്രീം ട്രക്ക് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതൊക്കെ തന്നെ കഴിയുമ്പോൾ അടുത്ത പാട്ട് വന്നതായിരിക്കും. ലവ് യു ആൻഡ് ബൈ.